പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് പറയുന്ന പോലെ തന്നെ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ഇക്വേഷൻസും അത് ഡിറൈവ് ചെയ്യുന്ന രീതിയും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഗ്രാഫുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തീരും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ? അതിലെ ടേംസ് അതെല്ലാം നന്നായിട്ട് ഹൃദിസ്ഥമാക്കിയിട്ട് വേണം ഈ ഒരു ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാൻ. അപ്പം ആ ഒരു ചാപ്റ്ററിന്റെ വീഡിയോസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് തുടങ്ങാമേ. ഇന്ന് ഞാൻ ജസ്റ്റ് എല്ലാ ടേംസും ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ആ പാഠഭാഗത്തിലോട്ട് വരാം. റെസ്റ്റും മോഷനും എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് റെസ്റ്റ്, എന്താണ് മോഷൻ? ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം മാറുന്നതിനനുസരിച്ച് മാറുന്നുവെങ്കിൽ ആ ഒരു വസ്തു മോഷനിലാണ്. നമുക്കറിയാം പൊസിഷൻ മാറുന്നില്ല, ടൈം മാറുന്നതിനനുസരിച്ച് പൊസിഷൻ മാറുന്നില്ലെങ്കിൽ ആ ഒരു വസ്തു റെസ്റ്റിലാണെന്ന് നമുക്കറിയാം. അപ്പം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ മാറുന്നില്ല. മോഷനിലാണെങ്കിൽ ആ ഒരു ബോഡിയുടെ പൊസിഷൻ മാറുന്നു. നമ്മൾ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാം. ഇപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ബിയിലേക്ക് വരുന്നു എന്നിരിക്കട്ടെ. അതൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അദ്ദേഹം എയിൽ നിന്ന് ബിയിലേക്ക് വരിക. വരാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത പാത്ത് ഇതാണ്. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഡിസ്റ്റൻസ് എന്നൊരു ടേം വരുന്നുണ്ട്. എന്താണ് ഡിസ്റ്റൻസ്? The total path covered by the object is known as distance. അല്ലെ? അദ്ദേഹം ആകെ സഞ്ചരിച്ച ദൂരം. ഏത് വഴിയാണെങ്കിലും പ്രശ്നമില്ല. അദ്ദേഹം ആകെ സഞ്ചരിച്ച എത്ര വഴിയാണ് അദ്ദേഹം കവർ ചെയ്തത്, അതാണ് ഡിസ്റ്റൻസ്. അതിന് ഡയറക്ഷൻ ഒരു ഫാക്ടറി അല്ല. ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഏത് ദിശയിലേക്കാണ് അദ്ദേഹം പോയതെന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ഷോപ്പിലെങ്ങാനും കയറിയിട്ട് ഇങ്ങനെ വന്നാലും ബിയിൽ എത്തിച്ചേർന്നു. ഏത് വഴിയിൽ കൂടിയാണെങ്കിലും ഏത് ഡയറക്ഷനിലാണെങ്കിലും ടോട്ടൽ പാത്ത് കവേർഡ് ഈസ് നോൺ ആസ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്റ്റൻസിന് ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ്. അതായത് മോഷനിലുള്ള ഒരു വസ്തു സഞ്ചരിച്ച ആകെ ദൂരം, അതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റീസും സ്കേലാർ ക്വാണ്ടിറ്റീസും ഒക്കെ നിങ്ങൾ ആ വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കണം. അറിയാമായിരിക്കും എല്ലാവർക്കും, എന്നാലും അറിയാൻ വയ്യാത്തവരെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് കാണാനായിട്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി. ഇനി ഡിസ്പ്ലേസ്മെന്റോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ വസ്തു എയിൽ നിന്ന് സഞ്ചരിച്ച് ഈ വഴിയിലൂടെ ബിയിൽ എത്തിച്ചേർന്നു. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഡിസ്പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ആ വസ്തു മാറി. അപ്പൊ നമുക്ക് പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഫൈനൽ പൊസിഷൻ അറിയണമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റും മീറ്റർ തന്നെയാണ്. അത് മീറ്റർ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് സൂചിപ്പിക്കാനായിട്ട് സാധാരണയായിട്ട് നമ്മൾ എസ് എന്നുള്ള ലെറ്റർ ആണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അപ്പം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ ആണ്. ഇത് 1 കിലോമീറ്റർ ആണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ആകെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ആണ്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 1 കിലോമീറ്റർ ആണ്. രണ്ടിന്റെയും യൂണിറ്റ് മീറ്റർ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എസ് ആണ്. ഇനി അടുത്ത 2 ടേംസ് ആണ് സ്പീഡും വെലോസിറ്റി. എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി? നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞല്ലോ. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സ്പീഡ്. അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് സ്പീഡും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ്, യൂണിറ്റ് സമയത്തിൽ വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്
വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെലോസിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അതിന്റെ യൂണിറ്റ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വെലോസിറ്റിയുടെ യൂണിറ്റും. വെലോസിറ്റി വെക്ടർ ആണ്, സ്പീഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ വി ആണ്. ഇനി ഒരു വസ്തു യൂണിഫോം വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ, അതിൽ നിന്ന് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം വെലോസിറ്റിക്ക് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും യൂണിഫോം വെലോസിറ്റിയിൽ അല്ലാതാവും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും യൂണിഫോം വെലോസിറ്റിയിൽ അല്ലാതാവും. അപ്പം യൂണിഫോം വെലോസിറ്റിയിൽ ഒരു വസ്തു സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ പാത്തിലായിരിക്കണം, അതായത് ഡയറക്ഷൻ ചേഞ്ച് ആവരുത്. പിന്നീട് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവരുതെന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യണം. അതായത് ഏത് രണ്ട് ടൈം ഇന്റർവെൽ എടുത്താലും ആ വസ്തു കവർ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു വസ്തുവാണ് യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ക്ലോക്കിലെ സൂചിയുടെ ചലനം യൂണിഫോം വെലോസിറ്റി ആണോ? അല്ല, കാരണം അതിന്റെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ മാഗ്നിറ്റ്യൂഡിന് മാറ്റമില്ല അല്ലെ. ഏത് രണ്ട് ടൈം ഇന്റർവെൽ എടുത്താലും അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണ്. പക്ഷെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് യൂണിഫോം വെലോസിറ്റിയിലല്ല, യൂണിഫോം സ്പീഡിലാണ്. മനസ്സിലായല്ലോ? ഇനി നോൺ യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു വസ്തു, അതിന്റെ സ്പീഡ് ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ അല്ല. അപ്പൊ അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിന് നമ്മളൊരു പേര് പറയും. എന്താണെന്ന് അറിയാമോ? ആക്സിലറേഷൻ. വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അതുകൊണ്ട് ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എ. അപ്പം വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് ആക്സിലറേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന്, സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ്മെന്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിന്റെ സ്പീഡ് ഓരോ ടൈം ഇന്റർവെല്ലിലും വ്യത്യസ്തമായി. ഇനി അടുത്ത ഒരു ടേമാണ് യൂണിഫോം ആക്സിലറേഷൻ. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ അറിയാമോ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ഈ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആയിട്ടാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു വ്യക്തി ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ ട്രാവൽ ചെയ്യുകയാണെന്നിരിക്കട്ടെ. അദ്ദേഹം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ട്രാവൽ തുടങ്ങി. ആദ്യത്തെ ഒരു സെക്കൻഡിൽ അദ്ദേഹം 1 മീറ്റർ സഞ്ചരിച്ചു. ഇനി ബിയിലെത്തിയേ രണ്ടാമത്തെ സെക്കൻഡിൽ അദ്ദേഹം 2 മീറ്റർ സഞ്ചരിച്ചു. അതായത് രണ്ടാമത് ഒരു സെക്കൻഡ് കൂടെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം 2 മീറ്റർ സഞ്ചരിച്ചു. അടുത്ത ഒരു സെക്കൻഡിൽ അദ്ദേഹം 3 മീറ്റർ സഞ്ചരിച്ചു. സ്പീഡ് കൂട്ടി പോവാം. അടുത്ത ഒരു സെക്കൻഡിൽ അദ്ദേഹം 4 മീറ്റർ സഞ്ചരിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഓരോ ടൈം ഇന്റർവെല്ലിലും അദ്ദേഹത്തിനുണ്ടായ സ്പീഡിനുണ്ടായ വ്യത്യാസം എങ്ങനെയാണ്? എത്ര വീതമാണ് കൂടുന്നത്? 1 വീതം കൂടി വരുന്നത് അല്ലെ. അതായത് അദ്ദേഹത്തിനുണ്ടായ മാറ്റം ഈക്വൽ ആയതുകൊണ്ട് ഈ ഒരു മോഷൻ യൂണിഫോം ആക്സിലറേഷനിൽ ഉള്ളതാണ്. ഇനി നമുക്ക് യൂണിഫോം ആക്സിലറേഷന് വേറൊരു എക്സാമ്പിൾ പറയാം. ഉയരത്തിൽ നിന്ന് ഒരു വസ്തു താഴേക്ക് വീഴുന്നു എന്നിരിക്കട്ടെ. നമ്മളിപ്പോ ഒരു ബോൾ മുകളിലേക്ക് ഇട്ട് അതെന്ത് ചെയ്യും? ഒരു നിശ്ചിത ഹൈറ്റിൽ എത്തിയതിനു ശേഷം ഒന്ന് സ്റ്റോപ്പ് ആയിട്ട് താഴേക്ക് വീഴും അല്ലെ. ആദ്യം അതൊന്ന് നിൽക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയി. ആ 0 ആയതിനു ശേഷം അത് താഴേക്ക് വീഴുമ്പോൾ അതിന്റെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വീതം കൂടിയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് ഒരു വസ്തു വീഴുന്നത്? ഭൂമിയുടെ ആകർഷണ ബലം മൂലമാണ് ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. ഈ വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അതിന്റെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വീതം കൂടിയാണ് വരുന്നത്. 10 എന്നുള്ളത് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
അപ്പം ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു വസ്തു ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി എത്ര വീതം കൂടുന്നു? 10 മീറ്റർ പെർ സെക്കൻഡ് വീതം കൂടുന്നു. അപ്പോൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ എത്രയാണ്? വെലോസിറ്റി കൂടുന്നുണ്ട്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഓരോ സെക്കൻഡിലും മാറുന്നുണ്ട്. അത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് നമുക്ക് നോക്കാം. ഇവിടെ വന്നു മുകളിലേക്ക് എറിഞ്ഞ ഒരു വസ്തു ഈ ഒരു പോയിന്റിൽ വന്നിട്ട് താഴേക്ക് വീഴുകയാണ്. അപ്പം ആദ്യത്തെ ഒരു സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 10 ആയി, രണ്ടാമത്തെ സെക്കൻഡിൽ 20 ആയി, മൂന്നാമത്തെ സെക്കൻഡിൽ 30 ആയി, നാലാമത്തെ സെക്കൻഡിൽ 40 ആയി, മാക്സിമം ആയി അല്ലേ? അങ്ങനെ ഓരോ സെക്കൻഡിലും വെലോസിറ്റി 10 വീതം കൂടി കൂടി വരുന്നു. അതുകൊണ്ടാണ് നല്ല ഉയരത്തിൽ നിന്ന് ഒരു ചെറിയ കല്ലാണെങ്കിൽ പോലും നമ്മുടെ തലയിൽ വീണാൽ നമുക്ക് നന്നായിട്ട് വേദനിക്കും. കാരണം അത്ര ഉയരത്തിൽ നിന്ന് വരുമ്പോൾ അതിന്റെ വെലോസിറ്റി അത്രയും കൂടി. അതിന് ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ഈ ഒരു വസ്തുവിന്റെ വെലോസിറ്റി കൂടുന്നതുകൊണ്ട് അതിനും ആക്സിലറേഷൻ ഉണ്ട്. ഇവിടെയും ഓരോ സെക്കൻഡിലും ആ ഒരു മനുഷ്യന്റെ സ്പീഡ് വെലോസിറ്റി കൂടുന്നത് കൊണ്ട് അവിടെയും അദ്ദേഹത്തിന് ആക്സിലറേഷൻ ഉണ്ട്. ഈ രണ്ട് കേസിലും യൂണിഫോം ആക്സിലറേഷൻ ആണ് ഉള്ളത്. എന്തുകൊണ്ട്? ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ സെയിം ആണ്. ഇനി നമ്മൾ ആ ഒരു ബോളിന്റെ കേസ് എടുക്കണേ. ഇവിടെ അത് ഇനിഷ്യൽ വെലോസിറ്റി അത് സ്റ്റോപ്പ് ആയി, മുകളിലേക്ക് വന്ന് ആ ഒരു പോയിന്റിൽ അതിന്റെ വെലോസിറ്റി 0 ആയതിനു ശേഷമാണ് അത് താഴേക്ക് വീഴുന്നത്. താഴേക്ക് വീണ് ഇവിടെ വന്നപ്പോൾ അതിന്റെ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആയെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പൊ ആദ്യം ഇനിഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ യു ആണ്. യു എന്ന് പറയുന്നത് 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ വി ആണ്. ഫൈനൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ ഒരു കല്ലിനുണ്ടായ ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആ വി എന്ന് പറയുന്ന ടേമിനെ മാത്രമായിട്ട് എടുക്കുക. വിയുടെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് ശ്രമിച്ചേ. ഈ ഒരു വി എന്ന് പറയുന്ന ടേം മാത്രമായിട്ട് എടുക്കാനായിട്ട് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ടി ഇങ്ങോട്ട് പോട്ടെ, എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. അങ്ങനെയാണെങ്കിൽ വി എന്തായിരിക്കും? എ ടി പ്ലസ് യു ഇസ് ഈക്വൽ ടു വി. അതായത് വി ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് യു അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുത്തത്? ഒരു സ്റ്റോൺ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞപ്പോൾ അതിനുണ്ടായ അതിന് ആക്സിലറേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കാരണം അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി അത് ഒരു നിശ്ചിത ഹൈറ്റിൽ എത്തിയ ശേഷം സ്റ്റോപ്പായി, എന്നിട്ടാണ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 40 ആണ് നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമ്മൾ ആക്സിലറേഷന്റെ ഇക്വേഷൻ എഴുതി. ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. എന്നിട്ട് നമ്മൾ ഈ വിയുടെ ടേം മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. വി ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് യു. Therefore, v is equal to u plus at. ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചോളൂ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. v is equal to u plus at. ഇപ്പൊ 3 ഇക്വേഷൻസ് നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കണം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്